ഇഷ്യൂ കൊണ്ടാവാം ഈ ഒരു വണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് ആവത്. കാരണം വേറെ ഒന്നും നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ടൊന്നും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ആ ടൈമിൽ കണ്ടില്ല. ഫ്യൂൽ പമ്പ് ഇളക്കി. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇത് ചെയ്യണമെങ്കിൽ കൊച്ചൊരു ചിമ്മലുണ്ടായിരുന്നു. അപ്പം വണ്ടി സ്റ്റാർട്ടാവാനും വണ്ടി സ്മൂത്തായിട്ട് ഓടാനൊക്കെ സഹായിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ കംപ്ലൈൻറ്റ് കാണിച്ചു. പ്ലഗ് അഴിച്ച് നോക്കിയപ്പോൾ ഭയങ്കര എക്സ്ട്രീം ലെവലിലായി. ഇപ്പോൾ നമ്മളെ വണ്ടിയിൽ ഫിൽറ്ററിൻ്റെതായി ഈ ഭാഗത്ത് ഫുള്ളുമായിട്ട് ഇത്തിരി അത്യാവശ്യം കച്ചറ കയറി അടഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഇറക്കമെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും താണ്ട ഈ ഒരു ഇറക്കത്തിൽ ഇട്ടേക്കുന്ന നമ്മൾ അത്യാവശ്യം ഒരു 1000 രൂപയ്ക്കുള്ള പെട്രോൾ നിങ്ങൾ വണ്ടിക്കകത്ത് അടിച്ചിട്ടുണ്ട് എങ്കിൽ പോലും നമ്മൾ വിചാരിക്കും വണ്ടിക്കകത്ത് പെട്രോൾ ഇല്ല. കാരണം ഒരു 10-20 വട്ടം അടിക്കാതെ വണ്ടി ഈ ഒരു കയറ്റത്തിൽ നിന്ന് സ്റ്റാർട്ട് ആവത്തില്ല. ആ ഒരു ഇഷ്യൂ ആയിരുന്നു എനിക്ക്. ഈ ചിമ്മലുള്ളതുകൊണ്ട് തന്നെ ഈ പെട്രോൾ ഇതിലെ റിട്ടേൺ ഇറങ്ങിപ്പോവും. ഇതെനിക്ക് തോന്നുന്നു ഇപ്പം വണ്ടി വാങ്ങുന്നതിന് മുമ്പേ ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ അത് കണക്ക് വണ്ടി എടുക്കാൻ പോകുന്നവർക്ക് പ്രത്യേകിച്ചൊരു കാര്യം കൂടി പറയാനുള്ളതാണ്. അതായത് വണ്ടിയുടെ വയറിങ്ങിൻ്റെ കാര്യങ്ങൾ ഒന്ന് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. കാര്യം ഇതിൻ്റെ വയറിങ് നോക്കുകയാണെങ്കിൽ കുറേ ഓൾട്രേഷൻ ഭയങ്കര വണ്ടിയാകുമ്പോൾ പണി വരും. നീ ടെൻഷൻ അടിക്കരുത്. എനിക്കൊന്ന് BPR വല്ലതും പറ്റുമെന്ന് വിചാരിച്ചു. ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ട നമ്മുടെ ആക്സെൻറ്റ് നല്ല സ്മൂത്ത് ആയിട്ട് സ്റ്റാർട്ട് ആവുന്നതാണ്. റീസെൻ്റ്ലി ഒരു 1.5 മാസം മുമ്പ് ഞാൻ പർച്ചേസ് ചെയ്തത്, അതായത് നമ്മുടെ പൈസ എല്ലാം സേവ് ചെയ്ത് വെച്ചിട്ട് കിഡിലെ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത ഒരു ഹ്യുണ്ടായി ആക്സെൻറ്റ് 1.6 ലിറ്റർ ആണ് ഈ കിടക്കുന്നത്. പെട്രോൾ വണ്ടിയാണ്. അപ്പം ഞാൻ വണ്ടി വാങ്ങി, വണ്ടി കസ്റ്റമറിൽ നിന്ന് വാങ്ങി അന്നത്തെ ദിവസം ആ വാങ്ങിയ ടൈമിൽ തൊട്ട് ഞാൻ ഫേസ് ചെയ്യുന്ന മെയിൻ ഒരു ഇഷ്യൂ ആണ് ഈ വണ്ടിയുടെ സ്റ്റാർട്ടിങ് ഇഷ്യൂ. അന്ന് വാങ്ങിയ സമയത്ത് ഞാൻ ഈ വണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് ആവാൻ ലാഗ് ഉള്ളപ്പോഴത്തേക്ക് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ വണ്ടി ഓടാതെ കിടക്കുന്ന വണ്ടിയാണ്, ബാറ്ററിയുടെ ഇഷ്യൂ കൊണ്ടാവാം ഈ ഒരു വണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് ആവത്. കാരണം വേറെ ഒന്നും നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ടൊന്നും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ആ ടൈമിൽ കണ്ടില്ല. ബട്ട് അങ്ങനെ നമ്മൾ പിറ്റേന്നുകൊണ്ട് നമ്മൾ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു, ബാറ്ററി ഓക്കെയാണ്. പിന്നെ വണ്ടിയുടെ ഫ്യൂൽ ഫിൽറ്ററിൻ്റെ ഇഷ്യൂ ആയിരിക്കും എന്ന് വെച്ചിട്ട് ഫ്യൂൽ ഫിൽറ്റർ മാറ്റി. സ്റ്റാർട്ടിങ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ അടി അടിക്കുമ്പോഴത്തേക്ക് വണ്ടി ചെറുതായിട്ടൊന്ന് ഫയർ അപ്പ് ആവും, പിന്നെ അങ്ങ് പോകും. രണ്ടാമത്തെ അടിക്ക് ആദ്യമൊക്കെ സ്റ്റാർട്ട് ആവുമായിരുന്നു, പിന്നെ സ്റ്റാർട്ട് ആവത്തില്ല. പിന്നെ അത് 3, 4, 5 അവസാനം ഒരു 6, 7, പിന്നെ അത് 10-20 വട്ടം ആ ഒരു രീതിക്ക് അടിച്ചാൽ മാത്രം വണ്ടി സ്റ്റാർട്ട് ആവത്തുള്ളൂ. നമ്മൾ കയറ്റത്തിലൊക്കെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇഷ്യൂ ഫേസ് ചെയ്ത് വണ്ടിയിൽ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഫ്യൂൽ ഫിൽറ്റർ മാറി, എന്നിട്ട് മാറുന്നില്ല. ബാറ്ററി വേറെ വെച്ച് നോക്കി, എന്നിട്ട് മാറുന്നില്ല. എയർ ഫിൽറ്റർ മാറി, എല്ലാം നോക്കി അവസാനം വണ്ടി നമ്മൾ കംപ്ലീറ്റ്ലി മൊത്തത്തിൽ സ്കാൻ ചെയ്തു. അങ്ങനെ സ്കാൻ ചെയ്ത ടൈമിൽ നമുക്ക് ഏറ്റവും ആദ്യം കാണിച്ചൊരു ഇഷ്യൂ ആണ് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പൊസിഷൻ സെൻസർ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെൻസർ നമ്മൾ മാറി. ആ ഒരു സെൻസർ മാറിയ ടൈമിൽ സബിനൊക്കെ എടുത്തുകൊണ്ടുവന്ന് വണ്ടി സ്കാൻ ചെയ്യാന്ന് വെച്ചു. അങ്ങനെ വണ്ടി സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ല, ഇതിൻ്റെ പൊസിഷൻ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പൊസിഷൻ സെൻസറിൻ്റെ ആണ്. ഇവിടെ താഴെ ഒരു സെൻസർ വരും, അതിൻ്റെ ആയിരുന്നല്ലോ ഇഷ്യൂ കാണിച്ചത്. ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ കംപ്ലൈൻറ്റ് കാണിച്ചു. ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ കംപ്ലൈൻറ്റ് കാണിച്ചപ്പോഴത്തേക്ക് നമ്മൾ വേറൊരു വണ്ടിയുടെ എടുത്തിടാൻ നോക്കി. ഇപ്പം ഒരു കൂട്ടുകാരൻ്റെ വണ്ടി വന്നപ്പോഴത്തേക്ക് അവനെ വിളിച്ച്. പക്ഷേ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ അവൻ്റെ ഭാഗ്യക്കേടുണ്ട്, അതിൽ ഈ ഓൾട്ടർ ചെയ്തൊക്കെ ഇട്ടിരുന്നത്. അപ്പം അത് രണ്ടാമെന്ന് വിചാരിച്ചു പുതിയ ഒരെണ്ണം വാങ്ങിച്ചിട്ട് കാണിച്ചില്ല. ഇപ്പോൾ നമ്മൾ ഇതാണ്ട് മാറിയ സാധനങ്ങൾ ഇതൊക്കെയാണ്. വിശദമായിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കരിച്ച ഇതാണ് ഇതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ. അപ്പം വണ്ടി സ്റ്റാർട്ടാവാനും വണ്ടി സ്മൂത്തായിട്ട് ഓടാനൊക്കെ സഹായിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ കംപ്ലൈൻറ്റ് കാണിച്ചു. ഇതിൻ്റെ പക്ഷേ റെസിസ്റ്റൻസ് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവസാനം നമ്മൾ എന്തായാലും ഇതൊരെണ്ണം മാറി. ഇത് നമ്മൾ ഭയങ്കര വില കൂടിയാലൊന്നുമില്ല വാങ്ങിച്ചിട്ടത്, ഒരു മീഡിയം ക്വാളിറ്റി സാധനമാണ് വാങ്ങിച്ചിട്ടത്. അപ്പം അത് മാറിയതിന് ശേഷം വണ്ടി സ്റ്റാർട്ടാവും, പക്ഷേ ഒരു സുഖമില്ലാത്ത സ്റ്റാർട്ടിങ്. അതായത് സ്റ്റാർട്ട് ചെയ്ത് വേറെ വണ്ടി സ്റ്റാർട്ടായപ്പോഴത്തേക്ക് സന്തോഷമായിരുന്നു. ഞാൻ വണ്ടിയായിട്ട് പോകാൻ പോയാണ്. അപ്പോഴാണ് എനിക്ക് പറഞ്ഞത് എങ്ങനെയല്ലടാ ഒരു പെട്രോൾ എഞ്ചിൻ സ്റ്റാർട്ട് ആവേണ്ട രീതി അങ്ങനല്ല, ആ ഒരു ഇത് ഫീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. സുഖം വരുന്നില്ല. എന്നിട്ടാണ് വേറെ സ്റ്റാർട്ട് ആവുന്നതിന് ഒരു ടക്കെന്നും പറഞ്ഞൊരു ക്യാച്ച് വരുന്നില്ല. അപ്പം മനസ്സിന് തൃപ്തിയില്ലാതെ ശരിയാകത്തില്ലല്ലേ. അങ്ങനെ പിന്നെ നമ്മൾ പ്ലഗ് അഴിച്ച് നോക്കിയപ്പോൾ പ്ലഗിൻ്റെ എല്ലാം കണ്ടീഷൻ ഇതാണ് കണ്ടോ. അപ്പം ഈ പ്ലഗിൻ്റെ ഇവിടെ ഇങ്ങനെ കളർ മാറിയിരിക്കുന്നുണ്ടോ. ഇതെന്ന് വെച്ചാൽ പ്ലഗ് ലീക്ക് ആവുന്നതാണ്. അതായത് പ്ലഗ് മാക്സിമം കംപ്ലൈൻറ്റ് ആവുന്നതിൻ്റെ ഒരു സിംറ്റമാണ്. ഇപ്പം നിങ്ങൾ വണ്ടിയിലൊക്കെ പ്ലഗൊക്കെ മാറുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഏകദേശം ഒരു 25,000-30,000 കിലോമീറ്റർ ആകുമ്പോൾ പ്ലഗ് അല്ലെങ്കിൽ 20,000 കിലോമീറ്ററിലേക്ക് ചെക്ക് ചെയ്യുന്നതല്ലായിരിക്കും. അപ്പോൾ ഇത് കണക്ക് പ്ലഗിൻ്റെതാ ഈ ഒരു മഞ്ഞാണ് കടിച്ചേക്കുന്നുണ്ടോ. അപ്പം എൻ്റെ വണ്ടിയിൽ ഭയങ്കര എക്സ്ട്രീം ലെവലിലായി ഇപ്പോൾ ഈ പ്ലഗ് പ്രോപ്പറായിട്ട് വർക്ക് ആകത്തില്ല. അപ്പം പ്ലഗ് മാറി. പ്ലഗ് ഇതേ കണക്ക് 4 പ്ലഗ് മാറി. പക്ഷേ ഈ പ്ലഗ് മാറിയിട്ടും പിന്നെയും ഒരു സുഖമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഒരു ടക്ക് എന്ന് പറഞ്ഞ് ക്യാച്ചായി സ്റ്റാർട്ട് ആവുന്നതാണ്, ഒരു ഫീലിംഗ് വരുന്നില്ല. അപ്പം എന്തായാലും എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഫ്യൂൽ പമ്പ് ഇളക്കാൻ കാര്യം. അപ്പം ഫ്യൂൽ പമ്പിൻ്റെ കാര്യം വെച്ചാൽ ഫസ്റ്റിലെ വന്നപ്പോൾ നമ്മൾ ഫ്യൂൽ പമ്പ് ചെക്ക് ചെയ്ത് ഓർമ്മയുണ്ടോ? നമ്മൾ ആദ്യം ഫ്യൂൽ പമ്പ് ചെക്ക് ചെയ്ത്, കാരണം സ്കാനിങ്ങിലും ഫ്യൂൽ പമ്പെല്ലാം ഓക്കെയാണ്, വേറെ ഇഷ്യൂവും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല.
അപ്പം ഫ്യൂൽ പമ്പ് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഫ്യൂൽ പമ്പ് കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു ബോട്ടിൽ വെച്ചിട്ട്, അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ടൊരു ബോട്ടിൽ വെച്ചിട്ട് ഫ്യൂലൊക്കെ വരുന്നതൊക്കെ നോക്കി പ്രത്യേകിച്ച് വിഷയമൊന്നും കാണിച്ചില്ല. അപ്പം നമ്മളെന്താ കരുതി ഫ്യൂൽ പമ്പ് ഓക്കെയാണ്, ഡണ്ണാണ്, കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഇതൊരു സുഖമില്ലാത്തതുകൊണ്ട് ഫ്യൂൽ പമ്പ് ഇളക്കിയപ്പോഴത്തേക്കും അയ്യോ അതിൻ്റെ ഒരു കൊച്ചു പീസും തീരെ സെപ്പറേറ്റ് ചെയ്തല്ലോ. ഫ്യൂൽ പമ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫ്യൂൽ പമ്പ് വരുന്നത്. ഈ ഒരു ഫ്യൂൽ പമ്പ് എന്ന് പറഞ്ഞാൽ ഇത് അസംബ്ലി ആയിട്ട് വരുന്നതിൽ നിന്ന് നമ്മൾ ഈ പമ്പ് മാത്രമായിട്ട് സെപ്പറേറ്റ് മാറ്റാൻ കഴിയും. അപ്പം അതിൻ്റെ ഒരു സെക്കൻഡറി ഫിൽറ്ററാണ്. ഫിൽറ്റർ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഫിൽറ്റർ വരും. ഇപ്പം നമ്മളെ വണ്ടിയിൽ ഫിൽറ്ററിൻ്റെതായി ഈ ഭാഗത്ത് ഫുള്ളുമായിട്ട് ഇത്തിരി അത്യാവശ്യം കച്ചറ കയറി അടഞ്ഞിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഒരു സംഭവം കണ്ടത്. അതായത് ഇത് ഞാൻ ഇന്നലെ പിടിച്ച് ഓടിച്ചെടുത്തതാണ് കേട്ടോ. സംഭവം ഇതേ കണക്കിരിക്കുകയായിരുന്നു. ബാക്ക് സൈഡിലായിട്ട്, അതായത് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതേ കണക്ക് കൊച്ചൊരു ചിമ്മലുണ്ടായിരുന്നു. ചിമ്മലുണ്ട്. ബാക്കി ഞാൻ ഓടിച്ചെടുത്തതാണ്. ചിമ്മലുണ്ട്. അപ്പോൾ ചിമ്മൽ ഇന്നലെ രാത്രി നോക്കാൻ വേണ്ടി ചുമ്മാ പിടിച്ചപ്പം ഇത് ഒടിഞ്ഞ് കൈ വന്നു. അപ്പോൾ ഇതാണ് ഒടിഞ്ഞു വന്നപ്പോഴാണ് ഇതിൻ്റെ അകത്തൊരു വാൽവുണ്ട്. കണ്ടോ, ഇതാണ്ടേ ഒരു വാൽവുണ്ട്. ഈ ഒരു വാൽവിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ പെട്രോൾ റിട്ടേൺ ആയിട്ട് ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ചിമ്മലുള്ളത് കൊണ്ട് തന്നെ ഈ വാൽവിൻ്റെ ജസ്റ്റ് മുകൾ സൈഡിലായിട്ടാണ് ഇതിൻ്റെ ചിമ്മൽ വന്നേക്കുന്നത്. അതെ, ഈ വാൽവ് ഇവിടെയാണ് സീറ്റിംഗ് വരുന്നത്. ഇതേപോലെ സീറ്റിംഗ് വരും. അപ്പം ഇതിൻ്റെ ചിമ്മൽ വന്നേക്കുന്നത് ഈ മുകൾ ഭാഗത്തൊരു ചെറിയ ചിമ്മൽ വന്നിട്ടുണ്ട്. ഗൈസ്, ഇതിൻ്റെ ഇഷ്യൂ കറക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഓഫ് ആയെന്ന് വെച്ചോ, ഓഫ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ അടിക്ക് വണ്ടി സ്റ്റാർട്ടാവും. പക്ഷെ എങ്കിലും ആ ഒരു കറക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും, എന്തോ ഒരു ഇഷ്യൂ ഉള്ള പോലെ ഫീൽ ചെയ്യും. പക്ഷെ ഞാനിപ്പോൾ വണ്ടി ഇപ്പോൾ ഈ ഒരു ലാൻസർ കിടക്കുന്നുണ്ട്. ഈ ഒരു ലാൻസർ ഇപ്പോൾ താണ്ട ഇറക്കുമെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും താണ്ട ഈ ഒരു ഇറക്കത്തിൽ ഇട്ടേക്കുന്ന നമ്മൾ അത്യാവശ്യം ഒരു 1000 രൂപയ്ക്കുള്ള പെട്രോൾ നിങ്ങൾ വണ്ടിക്കകത്ത് അടിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ വിചാരിക്കും വണ്ടിക്കകത്ത് പെട്രോൾ ഇല്ല. കാരണം ഒരു 10-20 വട്ടം അടിക്കാതെ വണ്ടി ഈ ഒരു കയറ്റത്തിൽ നിന്ന് സ്റ്റാർട്ട് ആവത്തില്ല. ആ ഒരു ഇഷ്യൂ ആയിരുന്നു എനിക്ക്. അങ്ങനാണ് അത് നമ്മൾ കണ്ടുപിടിച്ചത്. അത് ഈ ചിമ്മലുള്ളതുകൊണ്ട് തന്നെ ഈ പെട്രോൾ ഇതിൽ റിട്ടേൺ ഇറങ്ങിപ്പോവും. പിന്നെ നമ്മൾ വണ്ടി ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഫീഡ് പമ്പ് പമ്പ് പക്കായിട്ട് വർക്കാവും. പമ്പിന് പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഈ പമ്പ് കറക്റ്റിന് വർക്കായി നേരെ ഫ്യൂവൽ ലോഡായി ഇഞ്ചെക്റ്റ് ആവണം. അപ്പോൾ ആ ഒരു ടൈം എടുക്കും. അതായത് ഒരു കുറേ ഇട്ട് കറങ്ങും, ഒരു 10-12 റൗണ്ട് കറങ്ങിയാലേ പിന്നെ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പം ഇതായിരുന്നു നമ്മളെ വണ്ടിയിലെ യഥാർത്ഥത്തിലുള്ള വിഷയം. വണ്ടിക്ക് നല്ല പിക്കപ്പ് കുറവും കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിക്കപ്പ് കുറവെന്ന് വെച്ചാൽ ഇതേ കണക്ക് വണ്ടി മിസ്സിങ്ങും കാര്യങ്ങളായിട്ട് ഓടിയും അത് കണക്ക് തന്നെ ഈ പ്ലഗിൻ്റെ കണ്ടീഷൻ മോശമായതുകൊണ്ടൊക്കെയാണ് ഇത്തരത്തിൽ പിക്കപ്പ് ഇഷ്യൂ ഉണ്ടായിരുന്നത്. നമ്മളെ സെൻസറിന് വിഷയം വന്നതെന്ന് വെച്ചാലും ഇതെനിക്ക് തോന്നുന്നത് ഇപ്പം വണ്ടി വാങ്ങുന്നതിന് മുമ്പേ ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ അത് കണക്ക് വണ്ടി എടുക്കാൻ പോകുന്നവർക്ക് പ്രത്യേകിച്ചൊരു കാര്യം കൂടി പറയാനുള്ളതാണ്. അതായത് വണ്ടിയുടെ വയറിങ്ങിൻ്റെ കാര്യങ്ങൾ ഒന്ന് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. കാര്യം ഇതിൻ്റെ വയറിങ് നോക്കുകയാണെങ്കിൽ കുറേ ഓൾട്രേഷൻ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ മോശമായ രീതിയിൽ ഓൾട്രേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ ചെയ്തേക്കുന്ന വണ്ടികൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു ഡിപ്രീസിയേഷൻ പറഞ്ഞെടുക്കണം. അതായത് അതൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യാനും അല്ലെങ്കിൽ റീവയറിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത് നന്നാക്കാനുള്ളൊരു സാമ്പത്തികം കുറച്ച് വേണം ആ ഒരു വാഹനത്തിൻ്റെ എടുക്കാനായിട്ട്. ഇതിപ്പം വലിയൊരു തുക, ഇപ്പം അവനെ സംബന്ധിച്ച് വലിയൊരു തുകയായിരിക്കും. പക്ഷേ പൊതുവേ ഇത്തരത്തിലുള്ള വർക്ക് വരുമ്പോഴത്തേക്ക് വലിയൊരു തുക വരാത്ത രീതിയിൽ തീർന്നിട്ടുണ്ട്. അത് അവൻ്റെ ഭാഗ്യത്തിനാണ് ഇത് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത്. ഇപ്പം ഇത് കുറേ നാളുകൊണ്ട് നീ അല്ലേ കുറേ നാളെന്ന് പറഞ്ഞാൽ മേടിച്ചതിൻ്റെ അന്ന് ലൈക്ക് ആ താക്കോല് വാങ്ങുന്ന ആ നിമിഷം തൊട്ട് ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല. അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. അടിച്ചടിച്ച് മൈലേജ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്ന് 7-8 എനിക്ക് മാക്സിമം ഇതിനകത്ത് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ 12-13. അതെ, 12-13 ഓൾമോസ്റ്റ് മൈലേജ് കിട്ടും. ഇനിയിപ്പോൾ ഇതിൻ്റെ റിവ്യൂ കൂടെ ചെയ്യണം. കാര്യം ഞാൻ നേരത്തെ ഇതിനടുത്ത് വണ്ടി ചോദിച്ചായിരുന്നു റിവ്യൂ ചെയ്യാനായിട്ട്. അപ്പം ഇതിൻ്റെ എന്താ പറയുക, പെട്രോൾ വേർഷൻ നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ അത് കണക്ക് ഇതിൻ്റെ പ്രശ്നം തീരാതെ വീഡിയോ എടുക്കാനായിട്ട് എനിക്കും താല്പര്യമില്ല, അവനും താല്പര്യമില്ല. ഇപ്പം വണ്ടിയൊക്കെ അടിപൊളിയായി, കാല് കൊടുക്കുമ്പോഴേ നല്ലോണം കയറുന്നുണ്ട്, ഒറ്റയടിക്ക് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പം ഇവിടെ വന്ന ചെറിയൊരു ചിമ്മലാണ് നമ്മളെ ചെറുക്കിന് വണ്ടിക്ക് മുട്ടം പണി കൊടുത്തതും ഇത്രയും നാളും കിടന്ന് ഓടിച്ചതും. ഇതിട്ട് അടിച്ചടിച്ച് അത് അവസാനം എൻ്റെ ക്രാങ്ക് ബോൺ സെൻസറിനൊക്കെ വിഷയം വന്നു. അവസാനം നമ്മൾ സ്കാൻ ചെയ്തപ്പം ക്രാങ്ക് ബോൺ സെൻസർ കാണിച്ചു. അതുകൊണ്ടാണ് ക്രാങ്ക് ബോൺ സെൻസർ മാറേണ്ടി വന്നത്. അത് കണക്ക് തന്നെ പ്ലഗ് എന്ന് പറഞ്ഞാൽ ഇത് കാലക്രമേണ കംപ്ലൈൻറ്റ് വന്നതോ അതല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ കംപ്ലൈൻ്റ് ആയിട്ട് ഇട്ട് ഓടിയതോ ആയിരിക്കണം. അപ്പം എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ വിഷയങ്ങളെല്ലാം നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം അവന് അത്യാവശ്യം മൈലേജ് കിട്ടും, നല്ല രീതിയിലുള്ള പിക്കപ്പ് കിട്ടും, സ്റ്റാർട്ടിങ് ഇഷ്യൂ മാറിയിട്ടുണ്ട്. ഇനി സമാധാനം ഇത്രയും നേരമായിട്ട്, അതായത് ഇത് റെഡിയായി സ്റ്റാർട്ടാവുന്നത് കാലത്തെ തന്നെ ഞാൻ റെഡിയാക്കി ഇട്ടു, എന്നിട്ട് അവനെ വിളിച്ച് പറഞ്ഞില്ല. അപ്പം റെഡി ആവുന്നത് വരെ ആൾ ഭയങ്കര വിഷമത്തിലായിരുന്നു. ഇപ്പോഴാണ് ഹാപ്പി ആയത്. എനിക്ക് തോന്നുന്നു വണ്ടി ഇന്നലെ വൈകിട്ട് കൊണ്ട് കയറ്റി ഏതാണ്ട് 2-3 മണിക്കൂർ അടുപ്പിച്ചാണ് നമ്മൾ പണിഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് വണ്ടി ഞാൻ വിഷമിച്ച് ഇട്ടിട്ട് പോയി. എന്തായാലും ഇന്ന് വണ്ടി കിട്ടത്തില്ല ഞാൻ വിചാരിച്ചു. കാരണം ഇനി ഫ്യൂൽ പമ്പ് കിട്ടണം, അത് അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ രാവിലെ ചുമ്മാ ഞാനൊക്കെ വിളിച്ച് നോക്കിയപ്പോഴത്തേക്ക് വണ്ടി റെഡി ചെയ്താൽ വന്ന് വണ്ടി എടുത്തോളാൻ പറഞ്ഞു. നിന്നെയും കാട്ടി ടെൻഷൻ എനിക്കായിരുന്നു. കാര്യം ഇത് റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ചാലഞ്ചായി മാറും അവസാനം. അതായത് നമ്മൾ ഉദ്ദേശിച്ച പണിയൊന്നും അല്ലായിരുന്നു.
അതായിരുന്നു. സ്കാൻ ചെയ്തിട്ട് പോലും ഈ നമ്മളിപ്പോ ഫ്യൂൽ പ്രഷറെല്ലാം നോക്കുമ്പോഴത്തേക്ക് ഫ്യൂൽ പ്രഷറൊക്കെ പ്രോപ്പറായിട്ട് കാണിക്കുന്നുണ്ട്, കുഴപ്പമില്ല. സംഭവം ഇതാണ്, അതായത് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല വണ്ടി. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് സ്ലോ ആക്കിയൊക്കെ നിൽക്കുക, കുറച്ചൊരു നിർത്തിയിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് പിന്നെ അടുത്ത ഇഷ്യൂ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ ചിമ്മൽ കിടക്കുന്നതുകൊണ്ട് തന്നെ വണ്ടി ഇട്ടേക്കുന്നതിനനുസരിച്ച് റിട്ടേൺ പെട്രോൾ ഇറങ്ങും. പിന്നെ പെട്രോൾ ലോഡായി വരാനുള്ള സമയം, ആ സമയമാണ് നമുക്ക് ഈ ക്രാങ്കിൽ കൂടുതലായിട്ട് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വണ്ടിയുടെ വിഷയമൊക്കെ തീർത്തിട്ടുണ്ട്. നിങ്ങളെ വണ്ടിയിലൊക്കെ ഇതിനൊക്കെ എന്തെങ്കിലും വിഷയം കാണിക്കുകയാണെങ്കിൽ പമ്പിൻ്റെ പ്രശ്നം, ഇപ്പം ഒരു കാര്യവും കണ്ണു അടച്ച് ഓക്കെ ആണെന്ന് വിചാരിക്കേണ്ട. കാര്യം എന്തെങ്കിലുമൊക്കെ നോക്കി വന്നിട്ട് ഇതിനൊക്കെ പമ്പിൻ്റെ പ്രശ്നം വല്ലോ ഫീൽ ചെയ്യുകയോ തോന്നുകയോ ചെയ്താൽ പോലും, അതല്ലാന്നുണ്ടെങ്കിൽ ഈ ലോഡായി വരാൻ വേണ്ടി ടൈം എടുത്താൽ പോലും ഈ പമ്പൊക്കെ ഇളക്കി ചെക്ക് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം കൂടി പറയാണ്, ഈ ഒരു പെട്രോൾ ആക്സെന്റിന്റെ സ്പെയർ പാർട്സ് കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ക്രാങ്ക് സെൻസർ മാത്രം ആകെ ഒരു ദിവസത്തെ വെയിറ്റിംഗ് അല്ലേ, ഒരു ദിവസത്തെ വെയിറ്റിംഗ് വന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഈ ഒരു പമ്പും കാര്യങ്ങളും എല്ലാം എന്തായാലും അത് കണക്കിന് സ്പെയർ പാർട്സ് ആണെങ്കിലും എല്ലാം കിട്ടും. പക്ഷേ സ്വല്പം കോസ്റ്റ്ലിയാണ്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം എന്തായാലും താമസിയാതെ തന്നെ നമ്മളെ ചാനലിൽ ഇതിന്റെ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം, ഇതിന്റെ വയറിംഗ് ഒന്നും ശരിയല്ല. അപ്പൊ നമുക്ക് വയറിംഗിന്റെ അത് നമ്മൾ ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം. കാര്യം ഇപ്പം നമ്മൾ ഇതിൽ വലുതായിട്ട് വലിയ വിഷയങ്ങളിലൊന്നും പോകുന്നില്ല. കാര്യം ഇപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇൻസുലേഷൻ കംപ്ലൈന്റ് ആയിരിക്കുന്ന ഭാഗങ്ങൾ മാത്രം ഇൻസുലേഷൻ ചെയ്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. പിന്നെ ഇതിന്റെ സോക്കറ്റും കാര്യങ്ങളൊക്കെ ആരോ ഇളക്കുന്നതൊക്കെ പ്രോപ്പറായിട്ട് ഇളക്കാതെ പൊട്ടിച്ചൊക്കെ എടുത്ത് കളഞ്ഞു. അതായത് ഈ എന്താ പറയുക, ചിലപ്പം പണിഞ്ഞ് വരുമ്പോൾ വട്ടം വലിച്ചു പൊട്ടിച്ചൊക്കെ എടുക്കും. അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷേ അത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോഴത്തേക്ക് അതിന് ഇമ്പാക്ട് കിട്ടുന്നത് നിങ്ങളെ കണക്കുള്ള കസ്റ്റമേഴ്സിനായിരിക്കും. അപ്പം ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഡാമേജ് ആവുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് ഇപ്പം എന്തെങ്കിലും രീതിയിൽ തിരിച്ച് കണക്ട് ചെയ്താൽ തന്നെ അത് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഇൻസുലേഷൻ ചെയ്ത് വെക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്നാലും കേസ് അങ്ങനെ ഫൈനലി ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തേ. വേണ്ട, ശരിക്കും ഒരു പെട്രോൾ വണ്ടി അല്ലെങ്കിൽ ഒരു വണ്ടി സ്റ്റാർട്ട് ആവേണ്ടത് ഇങ്ങനെയാണ്. ഇപ്പോൾ കേൾപ്പിച്ച് തരാം. ഇതിൻ്റെ മുമ്പത്തുള്ള വീഡിയോ ഞാൻ കേൾപ്പിച്ച് തരാം. എന്നിട്ട് ഉണ്ടോ ആ ഒറ്റ ഇതിൽ സ്റ്റാർട്ട് ആവുന്നുണ്ടോ? പക്ഷെ നേരത്തെ ഇങ്ങനെയല്ല. ആ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. വീഡിയോ എന്ന് പറഞ്ഞാൽ വീഡിയോക്കകത്തേനേയും കാട്ടിയിട്ട് എക്സ്ട്രീം കണ്ടീഷനിലായിരുന്നാ. ആദ്യം ഞാൻ ഇക്കെടുത്ത് സ്കാനിങ്ങിന് കൊണ്ടിരുന്നെങ്കിൽ ഈ ആൻസർ ഇട്ടേക്ക് നടക്കാണ് ഞാൻ എൻ്റെ വണ്ടി കൊണ്ട് ഇട്ട് എനിക്ക് വന്ന് ഇവിടുന്ന് 10-20 വട്ടം അടിച്ച് പിന്നെ വണ്ടി അങ്ങ് റിവേഴ്സ് ഹാൻഡ് ബ്രേക്ക് മാറ്റി അങ്ങ് ബാക്കിൽ കൊണ്ടുപോയിട്ട് ഒരു 10-20 വട്ടം അടിച്ച്. എന്നിട്ടാണ് അന്ന് ആ വണ്ടി ഒന്ന് സ്റ്റാർട്ടായിക്കില്ല കിട്ടിയത്. ഇങ്ങനെ ഫൈനലി ഇതങ്ങ് ശരിയായി കിട്ടി. അപ്പം അവൻ്റെ ടെൻഷനും മാറി. കാര്യം അയ്യോ ഒന്നും പറയണ്ട, അവൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയും വണ്ടി ആകുമ്പോൾ പണി വരും, നീ ടെൻഷൻ അടിക്കരുത്. എനിക്കൊന്ന് BP വല്ലതും പറ്റുമെന്ന് വിചാരിച്ചു. അമ്മാതിരി ടെൻഷനായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചു ഫ്യൂൽ പമ്പൊക്കെ മൊത്തത്തിൽ പോയി കാണും, അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ സ്കാൻ ചെയ്ത് ക്രാങ്ക് പൊസിഷൻ സെൻസറിൻ്റെ ആണെന്ന് പറഞ്ഞപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ പമ്പ് ഒരു ഭാഗമോ പമ്പിൽ പൊട്ടല് തീർന്ന്. ഇന്നലെ രാത്രി നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് റിട്ടേൺ ഫിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം ചെറിയൊരു ചിമ്മല് ഞാൻ പിടിച്ചപ്പോൾ തന്നെ ഒടിഞ്ഞ് കൈ വന്ന്. പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നാലായാലും പമ്പ് മാറണം, ചിമ്മൽ കണ്ടാലും പമ്പ് മാറിയേ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ രാത്രി ചെറുങ്ങനെ ബസ്സിൽ പറഞ്ഞു വിട്ടല്ലേ. അതെ, രാത്രി ബസ് വേറെ. പിന്നെ വേറൊരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേണക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു പെട്രോൾ കയറിയിട്ട് അത് വേറെ ഇഷ്യൂ ആവും. അത് പുതിയ പ്രശ്നം. അതായത് ഇത്തരത്തിൽ ഒരു വണ്ടിയുടെ മിസ്സിംഗ് ഇഷ്യൂസ് ഒക്കെ വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അത് വണ്ടിയുടെ എഞ്ചിൻ കംപ്ലൈന്റിലോട്ട് മാറും. അതായത് ഈ സിലിണ്ടറൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ആവത്തില്ല, കൃത്യമായിട്ട് ഇഞ്ചക്ഷൻ നടക്കത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് വണ്ടിയുടെ എല്ലാ ഭാഗങ്ങൾക്കും ഡാമേജ് വരും. അതായത് എഞ്ചിൻ സൈഡ് ആയിക്കോട്ടെ, ഗിയർ സൈഡ് ആയിക്കോട്ടെ. കാര്യം വെച്ചാൽ എഞ്ചിൻ്റെ അകത്താണെങ്കിലും ഗിയറിൻ്റെ അകത്താണെങ്കിലും ഒരു സാധനവും ഫിക്സ് ആയിരിക്കത്തില്ല. ഒരു ഇത്ര എന്നുള്ള രീതിയിൽ പ്ലേ ഒക്കെ ഇട്ടായിരിക്കും വെച്ചേക്കുന്നത്. അപ്പം മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടുക, അല്ലെങ്കിൽ ഇത്രയായിട്ട് സെൽഫ് അടിക്കുക. ഈ സെൽഫ് ഇത്രയായിട്ട് അടിക്കുമ്പോൾ തന്നെ ഏകദേശം പറഞ്ഞ 10-20 റൗണ്ട് കറങ്ങുമ്പോഴേക്കും വണ്ടി സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ അത്രയും റൗണ്ടൊക്കെ കറങ്ങുമ്പോൾ തന്നെ വണ്ടിയുടെ വയറിംഗ് ഒക്കെ ഡാമേജ് ആവും, ബാറ്ററിക്ക് കംപ്ലൈൻറ്റ് വരും. അത് കണക്ക് ഓരോ പാർട്സിനും വണ്ടി ഒരു വാഹനത്തിനെ സംബന്ധിച്ച് അതിൻ്റെ എഞ്ചിൻ അല്ലെങ്കിൽ വണ്ടിയുടെ ഏത് പാർട്സ് ആണെങ്കിലും പ്രോപ്പറായിട്ട് വർക്ക് ആകില്ല എന്നുണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സ്ട്രഗിളോ കംപ്ലൈൻറ്റോ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെയധികം കൂട്ടും. അതാ കാരണം പിന്നെ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കും ഡീസൽ വണ്ടി സ്റ്റാർട്ട് ആകുന്ന വണ്ടി നല്ല രീതിയിൽ വിറച്ചിട്ടാണ് സ്റ്റാർട്ട് ആയിക്കൊണ്ടിരുന്നത്. ഇവിടെ ആദ്യം കൊണ്ടുവന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇതിനൊക്കെ മറ്റേ സ്റ്റാർട്ടിങ്ങിന്റെ ഇഷ്യൂ ഉള്ളായിരുന്നു. പിന്നെ വന്നപ്പോഴത്തേക്ക് ഓട്ടത്തിൽ മിസ്സിങ്ങും വണ്ടി അങ്ങ് മറ്റേ പമ്മല് വരാൻ തുടങ്ങി കാലഘട്ടത്തേക്ക്. അപ്പൊ എന്തായാലും അൽഹംദുലില്ലാ വണ്ടി ഓക്കെയാണ്, പക്കാണ്, വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി തരണം കേട്ടോ വണ്ടി. നമ്മൾ അതിൽ ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ഈ വണ്ടി സ്റ്റാർട്ട് ആവാത്ത ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ സെൻസർ വേറൊരു ഇഷ്യൂ ഉണ്ട്. ഈ സെൻസർ അതാണ് എനിക്ക് പറഞ്ഞത്. ഈ സെൻസർ കംപ്ലൈന്റ് ആണെങ്കിൽ വണ്ടി ഓട്ടത്തിൽ ഓഫ് ആവാനും പിന്നെ ഓൺ ആവാതിരിക്കാനും ഒക്കെ ഒരുപാട് ചാൻസസ് ഉണ്ട്. സെൻസർ എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ബോസ് സെൻസർ വണ്ടിയുടെ ഇപ്പൊ ക്യാമ്പോ സെൻസറും ക്രാങ്ക് ബോസ് സെൻസറും ഉണ്ട്. ക്യാമ്പോ സെൻസർ കൂടുതലും വരുന്നത് വെച്ചാൽ വണ്ടി സ്റ്റാർട്ടിങ്ങിന് സപ്പോർട്ട് ചെയ്യാനായിരിക്കും. വണ്ടി റണ്ണിങ്ങിൽ കൂടുതൽ സപ്പോർട്ട് വരുന്നത് വെച്ചാൽ ക്രാങ്ക് ബോസ് സെൻസറിൻ്റെ ആയിരിക്കും. അപ്പം ക്രാങ്ക് ബോസ് സെൻസർ പക്ക അല്ല എന്നുണ്ടെങ്കിൽ വണ്ടി ഓട്ടത്തിൽ തപ്പെന്ന് പറഞ്ഞ് ഓഫായി പോകും.
പിന്നെ അത് സ്റ്റാർട്ട് ആവാതിരിക്കാനോ അല്ലെങ്കിൽ പിന്നെ കെട്ടി വലിച്ചോ കൊണ്ടുവരേണ്ടി വരും, പിന്നെ അല്ലെങ്കിൽ കുറേ അടിച്ചടിച്ച് വരുമ്പോഴേ സ്റ്റാർട്ട് ആവുള്ളൂ, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരും. അപ്പോൾ ക്രാങ്ക് പമ്പ് സെൻസറിൻ്റെ വിഷയമുണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് അറിയാൻ പറ്റും. അപ്പം അതൊക്കെ വെച്ചിട്ടാണ് എനിക്കൊരു ഡൗട്ട്. കാര്യം ഇതിൽ ക്രാങ്ക് പമ്പ് സെൻസർ മാറിയിട്ടും അവൻ വണ്ടി കൊണ്ടുപോയി ഇന്നലെ നിന്നിട്ട് ഞാൻ വണ്ടി കൊടുത്തു വിടാഞ്ഞതൊക്കെ അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് കറക്റ്റ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞങ്ങൾ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് വണ്ടി സ്മൂത്ത് ആണ്, നല്ല പിക്കപ്പ്, ശരിക്കും റിഫൈൻമെന്റ് എന്ന് പറഞ്ഞില്ല, ആ ഒരു കുത്തലോ കാര്യങ്ങളോ ഒന്നുമില്ല, വണ്ടി പക്കായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലൊരു വണ്ടി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് സംഭവം, കൊണ്ടുവന്ന് സ്കാൻ ചെയ്താൽ മതി. പിന്നെ പുള്ളിയുടെ വർക്ക്ഷോപ്പ് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം, നമ്മുടെ അൽനൈഫാണ്, കൊട്ടിയത്താണ് സംഭവം. ഇനി ഈ വണ്ടിയുടെ കംപ്ലീറ്റ് റിവ്യൂ നമുക്ക് ഭയങ്കര മെക്കാനിക്കൽ സൈഡൊന്നും പറയാൻ അറിയത്തില്ല, അത് പുള്ളി തന്നെ ഒരു വീഡിയോ ഇട്ടിട്ട് പറഞ്ഞു തരുന്നതാണ്. അത്രേ ഉള്ളൂ. കിട്ടില്ല ഇതിൻ്റെ ഒരു മെക്കാനിക്കൽ റിവ്യൂവിന് വരുന്നുണ്ട്. പിന്നെ ആക്സിഡന്റ് ഒക്കെ എടുക്കുന്നവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ആക്സിഡന്റ് അല്ല അത്യാവശ്യം ആക്സിഡന്റ് പെട്രോൾ. ഇപ്പോൾ ഈ ഒരു എഞ്ചിനെ സംബന്ധിച്ച് ഇതിപ്പം പല വാഹനങ്ങളിൽ ഈ ടൈപ്പ് എഞ്ചിൻ വരുന്നുണ്ട്. അപ്പം ഈ ഒരു എഞ്ചിനിൽ സാധാരണ വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ അത് കണക്ക് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, പിന്നെ വയറിങ്ങിൻ്റെ ഭാഗം, ഇഗ്നിഷൻ കോയിലിൻ്റെ ഭാഗത്തൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം എന്നുള്ളതൊക്കെ വെച്ചിട്ട് നമ്മൾ സൂപ്പർ വീഡിയോ ചെയ്യും. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് വെയിറ്റ് ചെയ്യും. ഇനിയിപ്പോൾ ഉടനെ വരും അല്ലേ? വണ്ടി റെഡിയായി, വണ്ടി റെഡിയായി, ഇനിയിപ്പോൾ ഉടനെ വരും. ഇതിൻ്റെ മൈലേജും കാര്യങ്ങളൊക്കെ ഇനിയാണ് ശരിക്കും നമുക്ക് അറിയാൻ പറ്റുന്ന. ഇപ്പൊ 6-7-8 ഒരു 12 ഒക്കെയാണ് കിട്ടുന്നത്. നമുക്ക് 6-7-8 ഒക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. 500-1000 രൂപയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ മറ്റേ നീഡിൽ താരുന്നതിന് കണക്കില്ല. അപ്പോൾ ഗൈസ്, ഈ ഒരു ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞ് ഷോ കാണിക്കാതെ അങ്ങനല്ല ഇങ്ങനെയല്ല, പക്ഷെ അങ്ങനെ പറഞ്ഞവർക്ക് വേണ്ട ആ ഒരു ചെറിയൊരു ഇഷ്യൂവിൽ തുടങ്ങി എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ആവേണ്ട ലാഗിൽ തുടങ്ങിയിട്ട് ഇതൊരു 3000 രൂപയ്ക്കോ 4000 രൂപയ്ക്കൊക്കെ പണി വരുമ്പോൾ ചിലപ്പം അവർക്ക് ഈ ചില ആൾക്കാർക്ക് 2000-3000 എന്നൊക്കെ പറഞ്ഞ ഒരു തുകയായിരിക്കത്തില്ല. ചിലവർക്ക് എന്ന് പറഞ്ഞാൽ ഈ 1000 രൂപ എന്ന് പറയുന്നത് വലിയൊരു തുകയായിരിക്കും. അങ്ങനത്തെ ഒരാൾ ആഗ്രഹത്തിന് മുകളിലൊക്കെ ഒരു വണ്ടി എടുക്കാൻ നേരത്തിൽ 3000-4000 രൂപ പണിയൊക്കെ വരുമ്പോഴത്തേക്ക് അദ്ദേഹം ചിലപ്പോൾ അതിൽ പെട്ടുപോകും. അതൊക്കെ സ്വാഭാവികമാണ്. അപ്പം കാശുള്ളവൻ വന്നിട്ട് എന്താ പറയും, 2000 രൂപയ്ക്കും 3000 രൂപയ്ക്ക് എന്ന് പറയും. കാരണം നമുക്ക് കമന്റ് ബ്രോ എന്തോ 3000 രൂപ സെൻസറിൽ അങ്ങ് മാറ്റിക്കൂടെ, പക്ഷെ അങ്ങനല്ല. നമുക്കിപ്പം ചെറിയൊരു സെൻസർ തുടങ്ങിയപ്പോഴല്ലേ നമുക്ക് എന്തൊക്കെയാണ് നിങ്ങൾ ഈ കണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു ഡീറ്റെയിൽ റിവ്യൂ നമ്മുടെ ഇക്കടെ ചാനലിൽ വരുന്നതാണ്. അറിയാലോ, എല്ലാവർക്കും അറിയില്ല, കേരള മെക്കാനിക് ഒബിയസ്ലി നമ്മുടെ കൊല്ലത്ത് ഭയങ്കര ഫേമസ് ആണ് പുള്ളി. അപ്പം നിങ്ങളും ഇതൊക്കെ ശ്രദ്ധിച്ചൊരു വണ്ടി എടുക്കുക. അപ്പോൾ അടുത്ത കിടിലൊരു വീഡിയോ ഇട്ട് കാണുന്നവരാ. ബൈ ഗൈസ്, ഒക്കെ ഓക്കെ അല്ലേ?